നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സനത് സുജാത പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഥകളിലത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവുകളാണ്. ആത്മാവിനെക്കുറിച്ചിട്ടും മരണത്തെക്കുറിച്ചിട്ടും ഒക്കെയുള്ള വളരെ ഉയർന്ന തരത്തിലുള്ള അറിവുകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ ഞാൻ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് തിരുത്തുകയാണ്. ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. വിരാടപർവം അല്ല, ഉദ്യോഗപർവത്തിലെയാണ് ഉപാധ്യായമായിട്ടുള്ള സനത് സുജാത പർവം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ മക്കളായിട്ടുള്ള സനകാദികളിൽ സനത് സുജാതൻ എന്ന് പറയുന്ന ആൾ വന്നിട്ട് വിതുരരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ വിതുരരുടെ പ്രാർത്ഥനപ്രകാരം ധൃതരാഷ്ട്രർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന അറിവുകൾ, ആത്മാവിനെക്കുറിച്ചിട്ടുള്ള അറിവ്, ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് തൊട്ടു മുമ്പുള്ള വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം സനത് സുജാത വാക്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ധൃതരാഷ്ട്രർ വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മത്തിലെറിഞ്ഞ മുനിയെ, മൗനം കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ലോകപ്രസിദ്ധമായിട്ടുള്ള സംസാരം നിയന്ത്രിക്കലാണോ, മിണ്ടാതിരിക്കുന്നതാണോ, അതോ സ്വയം രൂപത്തിൽ നിലനിൽക്കുന്നതാണോ? ഏതാണ് മൗനം? മൗനത്തിൻ്റെ ലക്ഷണം എന്താണ്? മൗനം കൊണ്ട് അറിവുള്ളവൻ പരമപദം നേടുമോ? മൗനത്തെ എങ്ങനെയാണ് ശീലിക്കേണ്ടത്? സനത് സുജാതൻ മറുപടി പറഞ്ഞു, രാജാവേ, വേദങ്ങൾക്കും മനസ്സിനും ഈ പരമാത്മാവ് കാണാൻ കഴിയാത്തതാകുന്നു. വാക്കുകൊണ്ട് വിവരിക്കുന്നതിനും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതിനും കഴിയാത്തതാണ് അത്. അതിനാൽ പരമാത്മാവിനെ മൗനം എന്ന് പറയുന്നു. ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ ആത്മാവിനെ അങ്ങനെ വെളിച്ചത്തിൻ്റെ രൂപമായിട്ടാണ് പറയുന്നത്. അതിനെ അനുഭവം കൊണ്ട് തന്നെ അറിയണം. ധൃതരാഷ്ട്രർ വീണ്ടും ചോദിച്ചു, ഋഗ്വേദം മുതലായിട്ടുള്ള വേദങ്ങൾ പഠിക്കുന്ന ബ്രാഹ്മണന് പാപകർമ്മം കൊണ്ട് പാപബോധം ഉണ്ടാകുമോ? അതോ ഉണ്ടാകില്ലയോ? വേദപഠനം പാപത്തെ നശിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയണം. സനത് സുജാതൻ പറഞ്ഞു, പാപങ്ങൾ ചെയ്തുകൊണ്ട് വേദങ്ങൾ പഠിക്കുന്ന ഒരുവനെ ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല. ഋഗ്വേദം തുടങ്ങിയ വേദങ്ങൾ പാപസ്വഭാവമുള്ളവനും വഞ്ചകനും, അതായത് ധർമ്മനിഷ്ഠൻ എന്ന് നടിക്കുന്നവൻ, കള്ളമായി പ്രവർത്തിക്കുന്നവനുമായിട്ടുള്ള ഇവനെ ഈ ലോകജീവിതമാകുന്ന കടലിൽ നിന്ന് കരകയറ്റി രക്ഷിക്കുകയില്ല. ചിറക് മുളച്ചു വളർന്ന പക്ഷികൾ തങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള കൂടിനെ ഉപേക്ഷിക്കുന്നത് പോലെ വേദങ്ങൾ അവനെ അവസാന കാലത്ത് വിട്ടുപിരിയുന്നു. അതുകൊണ്ട് മൗനഭാവത്തിൽ അവന് ഈ ലോകത്തിലെയോ പരലോകത്തിലെയോ ആയ യാതൊരു നന്മയും ലഭിക്കുന്നില്ല. ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ ബ്രഹ്മത്തെ അറിഞ്ഞ മുനിയെ, വേദങ്ങൾക്ക് വേദമറിഞ്ഞവനെ ഈ ലോകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് പറ്റുന്നില്ല എങ്കിൽ ബ്രാഹ്മണർ പണ്ടുകാലം മുതലേ വേദം ചൊല്ലുന്നതും അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നതും കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അവ അനർത്ഥത്തിന് കാരണമാകുന്നതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? സനത് സുജാതൻ മറുപടി പറഞ്ഞു, അല്ലയോ മഹാനായ രാജാവേ, ഈ ലോകം ആ പരമാത്മാവിൻ്റെ പേരും രൂപവുമുള്ള വ്യത്യാസങ്ങളോടുകൂടി കാണപ്പെടുന്നതാണ്. പരമേശ്വരൻ മായയെ ആശ്രയിച്ച് പല വിധത്തിലുള്ള പേരുകളും രൂപങ്ങളും സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ബ്രഹ്മം എപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ആ വേദങ്ങൾ പറയുന്നു. അത് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ രൂപത്തിന് വിപരീതമായ സ്വഭാവത്തോടു കൂടിയതാണെന്നും പറയുന്നു. ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളും ജ്യോതിഷ്ഠോമം തുടങ്ങിയ യാഗങ്ങളും ഈശ്വരന് സമർപ്പിക്കുന്ന ബുദ്ധിയോടുകൂടി ചെയ്യുന്ന അറിവുള്ളവൻ പുണ്യം നേടുകയും പാപം നശിക്കുകയും ചെയ്യും. പിന്നീട് അവൻ അറിവ് നേടി സച്ചിദാനന്ദ ബ്രഹ്മമായി പ്രകാശിക്കുന്നു. തപസ്സും യാഗവും തുടങ്ങിയവ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവന് അറിവുകൊണ്ട് ആത്മപ്രാപ്തി ഉണ്ടാകും. അല്ലെങ്കിൽ ഈശ്വര സമർപ്പണമായി കർമ്മം ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ പാപം നശിക്കും. എന്നാൽ അവൻ അറിവുള്ളവനായി മാറില്ല. സ്വർഗം തുടങ്ങിയ സുഖം ആഗ്രഹിച്ച് ഈ ലോകത്തിൽ ചെയ്യുന്ന യാഗങ്ങൾ തുടങ്ങിയ കർമ്മങ്ങളുടെ ഫലം പരലോകത്തിൽ അനുഭവിക്കുന്നു. പിന്നീട് കർമ്മം ബാക്കിയാകുന്നതുകൊണ്ട് വീണ്ടും ലൗകിക ജീവിതത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നതിന് ഇടയാകുന്നു. ഈ ലോകത്തിൽ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലം പരലോകത്തിൽ അനുഭവിക്കുന്നു. ഇക്കാര്യത്തിൽ അറിവുള്ളവരുടെയും അറിവില്ലാത്തവരുടെയും അവസ്ഥ തുല്യമാണ്. വ്യത്യാസമുള്ളത് ഒരു കാര്യത്തിലാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവർ സമർത്ഥമായി
തപസ് ചെയ്യും. അവർക്ക് വലിയ ഫലവും കിട്ടുന്നു. ആവശ്യമുള്ളിടത്തോളം മാത്രമേ സാധാരണ മനുഷ്യർ തപസ് ചെയ്യുകയുള്ളൂ. അവർക്ക് തപസ് കുറവും കർമ്മഫലം അനുഭവിക്കേണ്ടത് കൂടുതലുമായിരിക്കും. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രർ വീണ്ടും ചോദിച്ചു, അല്ലയോ സനത്സുജാത, തപസ് എങ്ങനെയാണ് അറിവുള്ളവന് സമർത്ഥവും അറിവില്ലാത്തവന് കുറഞ്ഞതുമായി തീരുന്നത്? അത് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? അങ്ങ് അത് പറഞ്ഞു തന്നാലും. സനത്സുജാതൻ മറുപടി പറഞ്ഞു, പാപമില്ലാത്ത ഈ തപസ്സിനെ കേവലം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിനൊക്കെ കാരണമായത് കേവലം എന്നർത്ഥം. ശുദ്ധമായിരിക്കുന്ന തപസ് സമർത്ഥവും കുറഞ്ഞതുമായി ഭവിക്കുന്നു. തപസ് ദോഷമുള്ളതാണെങ്കിൽ സമർത്ഥമായാലും കുറഞ്ഞതായിത്തീരും. അല്ലയോ രാജാവേ, അങ്ങെന്നോട് ചോദിച്ചതിനെല്ലാം അടിസ്ഥാനം തപസ്സാകുന്നു. വേദമറിഞ്ഞവർ തപസ്സുകൊണ്ട് പരലോകത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. എല്ലാ സുഖവും തപസ്സുകൊണ്ട് നേടാവുന്നതാണ്. ധൃതരാഷ്ട്രർ ചോദിച്ചു, പാപമില്ലാതിരിക്കുന്ന തപസ് കേവലമെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. അതാണല്ലോ രഹസ്യമായിട്ടിരിക്കുന്ന ബ്രഹ്മത്തെ അറിയിക്കുന്നത്. സനത്സുജാത മുനിയെ, ഇനി അങ്ങ് തപസ്സിൻ്റെ ദോഷങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു തരണം. സനത്സുജാതൻ പറഞ്ഞു, രാജാവേ, കോപം തുടങ്ങിയ 12 കാര്യങ്ങൾ തപസ്സിൻ്റെ ദോഷങ്ങളാകുന്നു. അവ തന്നെ കളങ്കങ്ങൾ. അതുപോലെ 7 ക്രൂരതകളും തപസ്സിൻ്റെ ദോഷങ്ങളാണ്. വേദശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചു പറഞ്ഞിരിക്കുന്ന അറിവ് മുതലായ 12 ഗുണങ്ങളാകുന്നു. അവയെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം, അങ്ങ് കേട്ടാലും. കോപം, കാമം, അത്യാഗ്രഹം, മോഹം, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, ദയയില്ലായ്മ, അസൂയ, മാനം, ദുഃഖം, ആഗ്രഹം, ഈർഷ്യ, വെറുപ്പ് എന്നിവ 12 മഹാത്മാവായിരിക്കുന്നവൻ ഉപേക്ഷിക്കണം. ആഗ്രഹത്തിന് തടസ്സമുണ്ടാകുമ്പോൾ മനസ്സിലുണ്ടാകുന്നതും അക്രമം മുതലായവയ്ക്ക് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള മനോവികാരമാണ് കോപം. അത്യാഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മുതൽ മറ്റൊരാൾക്ക് കൊടുക്കാതെ ഇരിക്കുന്നതും അന്യൻ്റെ ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നതും. സ്ത്രീ മുതലായുള്ള വിഷയങ്ങളിലുള്ള ആഗ്രഹമാണ് കാമം. സ്ത്രീ മുതലായ വിഷയങ്ങളിലുള്ള ആഗ്രഹമാണ് കാമം. വിഷയസുഖങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, വിവിധ സാധനങ്ങളിൽ ദോഷം ആരോപിക്കുന്നതാണ് അസൂയ. തൻ്റെ യോഗ്യതയെക്കുറിച്ചിട്ട് അപമാനിക്കുന്നതാണ് മാനം. ഭോഗങ്ങളിൽ ആഗ്രഹം ഉണ്ടാക്കുന്നതാണ് സ്പൃഹ. അന്യന് ഐശ്വര്യമുണ്ടാക്കുന്നത് സഹിക്കാൻ പാടില്ലായ്മയാണ് ഈർഷ്യ. മറ്റുള്ളവരുടെ ഗുണങ്ങളെ മറയ്ക്കുവാനുള്ള ആഗ്രഹമാണ് ജുഗുപ്സ. ഇവയാണ് തപസ്സിൻ്റെ കളങ്കങ്ങൾ. വേടൻ തരം നോക്കി മൃഗങ്ങളെ വധിക്കുന്നു. അല്ലയോ രാജാവേ, അതുപോലെ ഈ ദോഷം ഓരോന്നും മനുഷ്യനിൽ കടന്ന് അവനെ നശിപ്പിക്കുന്നു. ഓരോ ദോഷവും നാശകാരണമാകുന്നു. ഇവയിൽ ഓരോന്നിനും മനുഷ്യനെ നശിപ്പിക്കാൻ ശക്തിയുണ്ട്. പിന്നെ ഇവയിൽ പലതും ചേർന്നാൽ പറയണോ? കാട്ടിൽ സഞ്ചരിക്കുന്നവനെ തരം നോക്കി സിംഹം, ചെന്നായ മുതലായ മൃഗങ്ങൾ പിടികൂടി തിന്നുന്നു. അതുപോലെ കോപം തുടങ്ങിയ ദോഷങ്ങൾ അവസരം നോക്കി നിന്ന് മനുഷ്യനെ പിടിച്ച് നശിപ്പിക്കുന്നു. ജ്ഞാനി കോപം തുടങ്ങിയവയ്ക്ക് തന്നിൽ പ്രവേശിക്കുവാൻ ഇടം കൊടുക്കരുത്. 7 വിധം ക്രൂരതയെക്കുറിച്ചിട്ട് ഇനി ഞാൻ പറയാം. വിഷയസുഖങ്ങളിൽ ആസക്തിയുള്ളവൻ, പ്രാണികളെ ദ്രോഹിച്ച് അഭിവൃദ്ധി നേടുന്നവൻ, ദാനം ചെയ്തിട്ട് പിന്നെ സങ്കടപ്പെടുന്നവൻ, അല്പം വല്ലതും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപമാനങ്ങൾ സഹിക്കുന്നവൻ, ജ്ഞാനമില്ലാത്തവൻ, ഇന്ദ്രിയ സുഖങ്ങളെ പുകഴ്ത്തുന്നവൻ, ആശ്രയമില്ലാത്ത ഭാര്യയെ ദ്രോഹിക്കുന്നവർ എന്നിവർ 7 പേരും ക്രൂരന്മാരാണ്. ജ്ഞാനം, സത്യം, ദമം, ശ്രുതം, മത്സരമില്ലായ്മ, ലജ്ജ, തിദിക്ഷ, അസൂയയില്ലായ്മ, യാഗം, ദാനം, ധൃതി, ശമം എന്നിവ ബ്രഹ്മജ്ഞാനിക്ക് ഉണ്ടായിരിക്കേണ്ട മഹാവ്രതങ്ങളാണ്. ആത്മതത്വം അറിയുന്നതാണ് ജ്ഞാനം. ഈ 12 ഗുണങ്ങളോട് വേർപെടാതിരിക്കുന്നവൻ ആരോ അവൻ ലോകം മുഴുവനും തൻ്റെ അധീനതയിൽ നിർത്തും. 1-2 ഗുണങ്ങളെ വിട്ട് മറ്റുള്ളവയോട് കൂടിയവനാണ് ഒരുവനെങ്കിലും അവൻ ക്രമേണ വിശിഷ്ടനായ ജ്ഞാനിയായി തീർന്ന് ബ്രഹ്മപദം പ്രാപിക്കുന്നു. ഇനി ഞാൻ ദമത്തിൻ്റെ 18 ദോഷങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അത് ദമത്തിന് എതിരായി തീരും. അനിർദം അഥവാ കള്ളം പറയുക, പൈശൂന്യം അഥവാ അന്യൻ്റെ ദോഷം പറയുക, തൃഷ്ണ എന്തെങ്കിലും എന്നതിനെക്കുറിച്ചിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, പ്രാതികൂല്യം വേണ്ടതിന് വിപരീതമായിട്ട് ചെയ്യുന്ന കാര്യം, തമസ് അതായത് അജ്ഞാനം, രതി സ്ത്രീഭോഗത്തിലുള്ള ആഗ്രഹം, ലോകദ്വേഷം ജനങ്ങൾക്ക് ഉപദ്രവകരമായി പ്രവർത്തിക്കുന്നത്, അഭിമാനം താൻ യോഗ്യനെന്ന് വിചാരിക്കുന്നത്, വിവാദം അഥവാ കലഹമുണ്ടാക്കുക, പ്രാണി പീഡനം ജീവികളെ വധിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, പരിവാദം അന്യനെക്കുറിച്ചിട്ട് അപവാദം പറയുക,
അതിവാദം, അർത്ഥമില്ലാതെ അധികം സംസാരിക്കുക. പരിതാപം, വെറുതെ സങ്കടപ്പെടുക. അക്ഷമ, അധൃതി, ഇന്ദ്രിയങ്ങളുടെ ചഞ്ചല സ്വഭാവം, അടങ്ങിയിരിക്കാത്ത സ്വഭാവം. അസിദ്ധി, ജ്ഞാനവൈരാഗ്യാദി ഗുണങ്ങൾ കിട്ടാതിരിക്കുക. ഹിംസ, അധർമ്മമായിട്ട് ജീവികളെ പീഡിപ്പിക്കുക. പാപകൃത്യം, വിലക്കപ്പെട്ട കർമ്മം ചെയ്യുക. ഇവയാണ് ദമത്തിൻ്റെ 18 ദോഷങ്ങൾ. ഇവയോടുകൂടി വേർപെട്ടിരിക്കാതെ ദമഗുണം ഉണ്ടാവുകയില്ല. മുമ്പ് അസത്യം മുതൽ ഹിംസ വരെ 18 ദോഷങ്ങൾ ദമത്തിനുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അവയ്ക്ക് നേരെ വിപരീതങ്ങളായിട്ടുള്ള 18 ഗുണങ്ങൾ മതത്തെ നശിപ്പിക്കുന്നു. 6 വിധം ത്യാഗവും നന്മ വരുത്തുന്നതാണ്. അവയിൽ മൂന്നാമത്തേത് ചെയ്യുന്നതിന് വളരെ പ്രയാസമുണ്ട്. അത് ചെയ്യുന്നത് കൊണ്ട് ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം എന്ന 3 വിധം ദുഃഖവും നശിക്കുന്നു. അത് ചെയ്യുന്നവൻ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുന്നതാണ്. 6 വിധം ത്യാഗങ്ങളെക്കുറിച്ചിട്ട് പറയാം. യോഗ്യനായവൻ മകനെയും ധനത്തെയും ദാനം കൊടുക്കുന്നതാണ് ഒന്നാമത്തേത്. ഇഷ്ടവും പൂർത്തവുമാണ് രണ്ടാമത്തേത്. വേദവിധി പ്രകാരം ചെയ്യുന്ന ദാനമാണ് ഇഷ്ടം. സ്മൃതിവിധി പ്രകാരം ചെയ്യുന്നതാണ് പൂർത്തം. ദേവന്മാർക്ക് കൊടുക്കുന്നത് ഇഷ്ടമെന്നും പിതൃക്കൾക്ക് കൊടുക്കുന്നത് പൂർത്തം എന്നും പറയുന്നു. കാമവും ത്യാഗവുമാണ് മൂന്നാമത്തേത്. അത് സദ്ഗുണങ്ങൾ നേടിയുള്ളവർക്ക് വൈരാഗ്യം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്രകാരം ഇവ 2 ചേർത്താണ് ത്യാഗത്തെ 6 പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ മൂന്നാമത്തേതായിട്ടുള്ള കാമവും ത്യാഗവും ആണ് ചെയ്യാൻ പ്രയാസമുള്ളത് എന്ന് പറഞ്ഞത്. ഈ 6 വിധം ത്യാഗങ്ങളോട് കൂടിയവന് അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല. അവൻ എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കും. ജാഗ്രതയ്ക്ക് 8 ഗുണങ്ങളുണ്ട്. ജാഗ്രതയുടെ ഗുണങ്ങളെപ്പറ്റി പറയാം. സത്യം, ധ്യാനം, മനസ്സ് ശുദ്ധമാക്കി ലക്ഷ്യമാക്കി വെക്കുന്നതാണ്. സമാധാനം, ആത്മശാന്തിയോട് കൂടിയിട്ടിരിക്കുന്നത്. ചോദ്യം, ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത്. ഇപ്രകാരം ഇവിടെ പറഞ്ഞ ദമത്തിൻ്റെ ദോഷങ്ങളെ ഉപേക്ഷിക്കണം. എന്നാൽ അബദ്ധം ഉണ്ടാവുകയില്ല. ഈ ദോഷങ്ങളുടെ ഉപേക്ഷിക്കലാണ് ജാഗ്രത. അതിന് 8 ഗുണങ്ങളുണ്ട്. അല്ലയോ രാജശ്രേഷ്ഠ, അങ്ങ് സത്യാത്മാവായി ഭവിച്ചാലും ലോകങ്ങൾ സത്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സത്യം നശിച്ചാൽ ലോകങ്ങളുടെ അടിത്തറ ഇളകും. അവ സത്യപ്രധാനങ്ങളാകുന്നു. മോക്ഷം സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. സത്യത്തിൽ നിലകൊള്ളുന്ന ആത്മാവിനോട് കൂടിയവനാണ് സത്യാത്മാവ്, അല്ലെങ്കിൽ മനസ്സിനോട് കൂടിയവനാണ് സത്യാത്മാവ്. മുമ്പ് പറഞ്ഞ കോപം തുടങ്ങിയ ദോഷങ്ങളെ അകറ്റിയിട്ട് തപോനിഷ്ഠ ആചരിക്കണം. പ്രസ്തുത ദോഷങ്ങളിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നവനാണ് തപസ്സിന് അധികാരി. സത്യം തന്നെയാണ് സജ്ജനങ്ങളുടെ മികച്ച വ്രതം. ഇത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. മുമ്പ് പറഞ്ഞ കോപം തുടങ്ങിയവയിൽ നിന്ന് വേർപെട്ടതും അറിവ് മുതലായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള തപസ് സമൃദ്ധമായി ഭവിക്കുന്നു. വിശിഷ്ടനായ രാജാവേ, അങ്ങ് എന്നോട് ചോദിച്ചത് എന്താണോ അതിന് ഞാൻ ചുരുക്കത്തിൽ മറുപടി പറയാം. ആഗ്രഹമില്ലാതെ ചെയ്യുന്ന തപസ് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. ജനനം, മരണം, വാർദ്ധക്യം എന്നിവയും അത് ഇല്ലാതാക്കും. എന്തു ചെയ്താൽ പാപം നശിച്ച് സുഖം ഉണ്ടാകുമെന്ന് പറയാം. 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും, അതായത് അവയുടെ വികാരങ്ങളിൽ നിന്നും, മനസ്സിൽ നിന്നും, അതായത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നവന് സുഖമുണ്ടാകും. ധൃതരാഷ്ട്രർ ചോദിച്ചു. ചില ജനങ്ങൾ പുരാണങ്ങൾ കൂട്ടിച്ചേർത്ത് 5 വേദങ്ങൾ പഠിക്കുന്നു. അവർ അധികം മാനിക്കപ്പെടുന്നു. ഇതിഹാസ പുരാണങ്ങൾ 5ാമത്തെ വേദമാണ് എന്ന വേദവാക്യമുണ്ട്. ചിലർ 4ഉം ചിലർ 3ഉം വേദങ്ങൾ പഠിക്കുന്നു. പഞ്ചവേദി, ചതുർവേദി, ത്രിവേദി എന്നൊക്കെ അവർക്ക് പേരുകളുമുണ്ട്. ചിലർ 2 വേദങ്ങളുള്ളവരായിട്ടുണ്ട്. ചിലർക്ക് 1 വേദമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റു ചിലർ വേദങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നവരാണ്. ഇവരിൽ ആർക്കാണ് അധികം ശ്രേഷ്ഠതയുള്ളത്? ആരാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ? അങ്ങ് പറഞ്ഞു തന്നാലും. സനത്സുജാതം പറഞ്ഞു, ഒറ്റയായതും സച്ചിദാനന്ദമയവുമായ ബ്രഹ്മത്തെക്കുറിച്ചിട്ട് അറിവില്ലാത്തതുകൊണ്ട് അതിനെ അറിയുന്നതിനാണ് ഋഗ്വേദം മുതലായിട്ടുള്ള വേദങ്ങൾ പലതായിട്ട് ഇവിടെ ഉത്ഭവിച്ചത്. രാജാവേ, അനേകം പേരിൽ ഒരുവൻ മാത്രമേ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നുള്ളൂ. വേദങ്ങളുടെ എല്ലാം പരമമായിട്ടുള്ള ലക്ഷ്യം ബ്രഹ്മത്തെ അറിയിക്കുക എന്നതാണ്. സത്യരൂപമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് അകന്നുപോയവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അർത്ഥശൂന്യങ്ങളായിത്തീരുന്നു. സ്വാഭാവികമായിട്ടുള്ള പരമാനന്ദം അവന് ലഭിക്കുന്നില്ല. അപ്പോൾ അവൻ ചെറിയ സുഖങ്ങൾ ആഗ്രഹിച്ച് ശാശ്വതമല്ലാത്ത ഫലങ്ങളെ തരുന്ന യാഗങ്ങൾ തുടങ്ങിയ കർമ്മങ്ങളെ കൂടുതലായി ചെയ്യുന്നു.
സത്യമായ ബ്രഹ്മത്തെപ്പറ്റി ശരിയായി അറിയാത്തതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. പണം തുടങ്ങിയ ഉപേക്ഷിക്കേണ്ട വസ്തുക്കളിൽ അവൻ ഭ്രമിക്കുന്നു. വേദം, പുരാണം മുതലായവ അധികം പഠിച്ചിരിക്കുന്നവനെ ബഹുജ്ഞാനി എന്ന് പറയണം. അവന് അനേകം വാക്കുകൾ അറിഞ്ഞേക്കാം, പക്ഷേ അതുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ അറിഞ്ഞവനാകില്ല. സത്യാദിലക്ഷണമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നും തെറ്റിമാറാതെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നവൻ ആരോ അവനെ ബ്രഹ്മത്തെ അറിഞ്ഞവനെന്ന് നിങ്ങൾ അറിയണം. പഠിപ്പോ ശബ്ദപരിചയമോ അല്ല, അനുഭവജ്ഞാനമാണ് ബ്രഹ്മത്തെ അറിഞ്ഞവന് വേണ്ടത്. രാജാവേ, വേദങ്ങൾ ആ പരമാത്മ വസ്തുവിനെക്കുറിച്ചിട്ട് സ്വന്തം നിലയിൽ സ്വതന്ത്രങ്ങളായിട്ടുള്ള പ്രമാണങ്ങളാകുന്നു. അതിനാൽ അവ പഠിച്ചറിഞ്ഞ് വേദാന്തം കേൾക്കൽ, ചിന്തിക്കൽ തുടങ്ങിയവ കൊണ്ട് വേദമറിഞ്ഞവർ പരമപദം പ്രാപിച്ച് മുക്തി നേടി ജഡമായിട്ടുള്ള വേദം കൊണ്ട് അറിവിൻ്റെ രൂപമായിട്ടുള്ള പരമാത്മാവ് അറിയപ്പെടുകയില്ല, പ്രപഞ്ചത്തെയും അറിയുന്നില്ല. അറിവായിട്ടുള്ള പരമാത്മാവിനെ അറിയുന്നവൻ അറിയപ്പെടേണ്ട പ്രപഞ്ചം മുഴുവനും അറിയുന്നു. ആത്മാവിനെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാം അറിയുവാൻ കഴിയും. പുറമേയുള്ള പ്രപഞ്ചത്തെ അറിയുന്നവൻ സത്യമായിട്ടുള്ള ബ്രഹ്മത്തെ അറിയുന്നില്ല. ഒന്നിനെ അറിയുന്നവൻ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നവൻ എല്ലാറ്റിനെയും അറിയുന്നു. ഋഗ്വേദം തുടങ്ങിയ വേദങ്ങളെ അറിയുന്നവനും ആത്മജ്ഞാനമില്ലാത്തവനുമായിട്ടുള്ള ഒരുവൻ വേദജ്ഞാനത്തെ ആശ്രയിച്ച് പ്രപഞ്ചത്തെ അറിയുന്നു. വേദങ്ങളും അവ പഠിച്ചിരിക്കുന്നവരും ആ പരമാത്മാവിനെ അറിയുന്നില്ല. അത് വാക്കുകൾക്ക് വിഷയമല്ല. അതാണ് കാരണം. വേദങ്ങൾക്കും അത് വിഷയമല്ല. ജ്ഞാനികൾ വളരെ കഷ്ടപ്പെട്ട് ലക്ഷണം കൊണ്ട് അതിനെ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഉപനിഷത്തുകൾ വിവരിക്കുന്ന ബ്രഹ്മമെന്ന് പറയുന്നത് അർത്ഥമില്ലാത്തതല്ലേ എന്നുള്ള സംശയം വരാം. അതിന് മറുപടി പറയാം. ബ്രഹ്മം വേദാദികൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതല്ലെങ്കിലും വേദം ബ്രഹ്മത്തെപ്പറ്റി വിവരിക്കുന്നതാണെന്നും ബ്രഹ്മമെന്നും അറിവുണ്ടാകുമ്പോൾ ബ്രഹ്മജ്ഞാനത്തിന് വേദങ്ങൾ കാരണമാകും. വേദങ്ങൾ നാശമില്ലാത്തതും പരമപുരുഷാർത്ഥരൂപവും ആനന്ദമയവുമായിട്ടുള്ള പരമാത്മാവിൻ്റെ ജ്ഞാനത്തിന് കാരണമാകുന്നതേയുള്ളൂ. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ആത്മാവിനെപ്പറ്റി അവ നേരിട്ട് വിവരിക്കുന്നില്ല. ഇപ്രകാരമാണ് മുനികൾ പറയുന്നത്. ഇപ്രകാരം വേദങ്ങൾ അറിവിൻ്റെ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തെ വിവരിക്കുന്നത് എങ്ങനെയാണെന്നറിഞ്ഞ് അത് അന്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനാണ് സമർത്ഥനായിട്ടുള്ള ബ്രാഹ്മണനെന്ന് ഞാൻ അറിയുന്നു. ഈ പരമാത്മാവിൻ്റെ ശത്രുക്കളാണ് ഇന്ദ്രിയ സുഖങ്ങൾ. അവയെ ഒരിക്കലും അന്വേഷിച്ച് പ്രാപിക്കരുത്. സുഖലോലുപത ഉപേക്ഷിക്കണം. വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേഹം, അഹങ്കാരം എന്നിവ യോഗിയുടെ പുറത്തും അകത്തുമുള്ള ശത്രുക്കളാണ്. സുഖഭോഗങ്ങളെ അന്വേഷിക്കാത്തവൻ ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് പരമാത്മാവിനെ അറിയുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കൾക്ക് കീഴടങ്ങാത്തവനെ പരമാത്മ ദർശനം സാധിക്കുന്നു. ആത്മാവൊഴിച്ച് മറ്റുള്ളവയെല്ലാം ഉപേക്ഷിച്ച് ഏകനായി ആത്മാവിനെ മാത്രം ധ്യാനിക്കണം. ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി ചിന്തിക്കുകയേ അരുത്. അങ്ങനെയുള്ളവന് ബ്രഹ്മത്തിലേക്ക് തിരിയാൻ തോന്നും. പിന്നീട് അവന് ഏറ്റവും മഹത്തായിട്ടുള്ളതും പരമവസ്തുവും അജ്ഞാനത്തിന് അപ്പുറത്തുള്ളതുമായിട്ടുള്ള ആത്മാവിനെപ്പറ്റിയുള്ള ബോധമുണ്ടാകും. ഒരുവൻ മൗനഭാവം അഥവാ ഇന്ദ്രിയങ്ങളെ അടക്കൽ കൊണ്ടാണ് മുനിയായി ഭവിക്കുന്നത്. കാട്ടിൽ ചെന്ന് താടി നീട്ടി പാർക്കുന്നത് കൊണ്ട് മുനിയാവുകയില്ല. മൗനത്തോടുകൂടി ഇരിക്കുന്നവരിൽ അഥവാ മുനിമാരിൽ എല്ലാവരും ഒരേപോലെ ശ്രേഷ്ഠന്മാരല്ല. നാശമില്ലാത്ത പരമാത്മാവ് താൻ തന്നെയെന്ന് അറിയുന്നവനാണ് അവരിൽ ശ്രേഷ്ഠൻ. എല്ലാ ശബ്ദാർത്ഥങ്ങളെയും ശരിയായി വേർതിരിച്ചറിയുന്നവനാണ് വ്യാകരണ പണ്ഡിതൻ എന്ന് പറയേണ്ടത്. ഏതാനും ശബ്ദങ്ങളുടെ അറിവുകൊണ്ട് ഒരാൾ വ്യാകരണ പണ്ഡിതനാവുകയില്ല. നാമവും രൂപവുമുള്ള ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മമാണ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ പണ്ഡിതൻ. അങ്ങനെ ബ്രഹ്മത്തെപ്പറ്റി അറിയുന്നതിനാൽ ജ്ഞാനിയും വ്യാകരണ പണ്ഡിതനാണ്. ഭൂമി മുതലായ എല്ലാ ലോകങ്ങളെയും കൺമുമ്പിൽ കാണുവാൻ കഴിയുന്ന മനുഷ്യൻ സർവ്വ വസ്തുക്കളിലും പരമാത്മാവിനെ കാണുന്നവനാകുന്നു. അതുമാത്രമല്ല, അവൻ സത്യലക്ഷണമായിട്ടുള്ള ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമാകും. സർവവും ആത്മാവ് കൊണ്ട് അറിയുന്നവൻ സർവജ്ഞാനിയാകാൻ സമർത്ഥനായിത്തീരുന്നു. പിന്നീട് ശ്രവണം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ട് പ്രാരാബ്ധകർമ്മം നശിക്കുമ്പോൾ അവൻ ശരീരം ഉപേക്ഷിച്ച് സത്യസ്വരൂപനായിട്ടുള്ള പരമാത്മാവിനെ പ്രാപിക്കുന്നു, അഥവാ മുക്തനാകുന്നു. ബ്രഹ്മത്തിൽ തന്നെ സ്ഥിരമായി നിലകൊള്ളുന്നവൻ ഈ ലോകത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ജയിക്കുന്നു. അവർക്ക് കോപം തുടങ്ങിയവ ഉണ്ടാകുന്നില്ല. അവർ ശരീരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും വേർപെട്ടതും അറിവിൻ്റെ രൂപവുമായിട്ടുള്ള ആത്മാവിനെ
മുഞ്ഞപ്പുല്ലിൽ നിന്ന് അതിനകത്തുള്ള ഈർക്കിലിനി എന്ന പോലെ ധൈര്യത്തോടു കൂടിയിട്ട് വേറെ തിരിച്ചറിയുന്നു. ഗുരുനാഥൻ മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്നു. രാജാവേ, ഈ മാതാപിതാക്കൾ ശരീരത്തെ ജനിപ്പിക്കുന്നു. അവർ ഈ ശരീരത്തിന് കാരണക്കാരായവരാണ്. എന്നാൽ സത്യവും നാശമില്ലാത്തതും ബ്രഹ്മസ്വരൂപവുമായിട്ടുള്ള യാതൊരു ജന്മമുണ്ടോ അത് ഒരു ഗുരുനാഥനിൽ നിന്നാണ് ലഭിക്കുന്നത്. സ്ഥൂലമായിട്ടുള്ള ശരീരമാണ് മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. യഥാർത്ഥവും മോക്ഷത്തിന് കാരണവുമായിട്ടുള്ള ജന്മം തരുന്നത് ഗുരുവാകുന്നു. പരമമായിട്ടുള്ള പുരുഷാർത്ഥലാഭം ഗുരുവിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഗുരുവിനെ വളരെ ബഹുമാനിക്കണമെന്ന് പറയുന്നു. സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് താനെന്ന ബോധം ശിഷ്യനുണ്ടാക്കി കൊടുക്കുന്നത് ഗുരുവാകുന്നു. അതുകൊണ്ട് ഗുരുവിനെ ഉപദ്രവിക്കരുത്. ഗുരുവ് അറിവ് നൽകുന്ന രൂപത്തിൽ ചെയ്ത ഉപകാരമറിഞ്ഞ് ശിഷ്യൻ ഗുരുവിനെ എന്നും ആരാധിക്കണം. മുമ്പ് പറഞ്ഞ വിധം ഭക്തിയോടെ വിശുദ്ധനായിട്ട് ആത്മവിദ്യ പഠിക്കണം. അത് ബ്രഹ്മചര്യവ്രതത്തിൻ്റെ ആദ്യത്തെ ഭാഗമാകും. ഭിക്ഷ കൊണ്ട് രാവിലെയോ വൈകുന്നേരമോ ആഹാരം കഴിക്കുന്നത് ശിഷ്യൻ്റെ രീതിയാണ്. അപ്രകാരമല്ലാതെ ഗുരുവിൻ്റെ ആഹാരം കഴിക്കരുത്. ഗുരുവിനെ എന്ന പോലെ ഗുരുവിൻ്റെ പത്നിയെയും മകനെയും ഭക്തിയോടെ പരിചരിക്കണം. ഗുരു, പത്നി, മകൻ എന്നിവരെ സമമായി വിചാരിച്ച് ശിഷ്യൻ ബഹുമാനത്തോടു കൂടിയിട്ട് ശുശ്രൂഷിക്കണം. ഇത് ബ്രഹ്മചര്യവ്രതത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആചാര്യൻ തനിക്ക് ചെയ്ത ഉപകാരം വലുതാണെന്നറിയണം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വേദാർത്ഥം പറഞ്ഞു തന്ന് എന്നെ സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ബ്രഹ്മമായി ജനിപ്പിച്ചത് ഈ ആചാര്യനാകുന്നു. ഇപ്രകാരം വിചാരിച്ച് ഗുരുവിനെക്കുറിച്ച് സന്തോഷിക്കണം. അതുപോലെ നന്ദിയും ഉണ്ടാകണം. ഇത് ബ്രഹ്മചര്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാകുന്നു. പ്രാണൻ, ധനം, പ്രവൃത്തി, മനസ്സ്, വാക്ക് എന്നിവ കൊണ്ട് ആചാര്യന് നന്മ ചെയ്യണം. അവ ബ്രഹ്മചര്യവ്രതത്തിൻ്റെ നാലാമത്തെ ഭാഗമാകുന്നു. ഇനിയും വിദ്യയുടെ 4 ഭാഗങ്ങളെക്കുറിച്ച് പറയാം. ഗുരുവിനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് വിദ്യയുടെ ഒരു ഭാഗം കിട്ടുന്നു. തൻ്റെ അധ്വാനവും ഉത്സാഹവും കൊണ്ട് രണ്ടാമത്തെ ഭാഗമുണ്ടാകും. കാലം കൊണ്ട് മൂന്നാമത്തെ ഭാഗം ലഭിക്കും. സഹപാഠികളോട് ചേർന്ന് അർത്ഥം ചിന്തിക്കുന്നതുകൊണ്ടും മറ്റും നാലാമത്തെ ഭാഗവും സ്വന്തമാക്കാം. വിദ്യ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് മാത്രം പൂർണ്ണമായി ലഭിക്കുന്ന ഒരു വസ്തുവല്ല. ശിഷ്യൻ്റെ പരിശ്രമം, സഹപാഠികളുമായി ചെയ്യുന്ന ആലോചന, വളരെക്കാലം ചെയ്യുന്ന ഗ്രന്ഥപരിചയം മുതലായവ കൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാകും. ഗുരുകുലവാസം ഉപേക്ഷിച്ചാലും വിദ്യാഭ്യാസത്തിനായിട്ടുള്ള പരിശ്രമം തുടർന്ന് ചെയ്യണം. അപ്രകാരം ദീർഘകാലം കഴിയുമ്പോൾ ഒരുവൻ വിദ്യയുള്ളവനായി തീരും. കാലം കൊണ്ട് ഒരു ഭാഗം ലഭിക്കുന്നു എന്നത് അർത്ഥവത്തായിട്ടുള്ള ഉപദേശമാണ്. കാലം കൊണ്ട് മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ. മുമ്പ് പറഞ്ഞ അറിവ് മുതലായിട്ടുള്ള 12 ഗുണങ്ങൾ, സത്യം, അറിവ് മുതലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അവയെ പാലിക്കുന്നതിനുള്ള ശക്തി എന്നിവയെല്ലാം ആചാര്യനുമായുള്ള സമ്പർക്കം കൊണ്ട് മാത്രമേ പാലിക്കുകയുള്ളൂ എന്ന് ജ്ഞാനികൾ പറയുന്നു. ബ്രഹ്മം തന്നെ ആത്മാവെന്നറിയുമ്പോൾ ഗുരുശുശ്രൂഷയോട് കൂടിയിട്ടുള്ള ബ്രഹ്മചര്യം ഫലവത്താകുന്നു. ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് മേന്മ നേടിയതുകൊണ്ട് ദേവന്മാർക്ക് ദേവത്വം ലഭിച്ചു. ഋഷിമാർ മഹത്തുക്കളായതും ബ്രഹ്മചര്യം കൊണ്ട് തന്നെയാണ്. ബ്രഹ്മചര്യം കൊണ്ട് ഗന്ധർവന്മാരും അപ്സരസുകളും സൗന്ദര്യവും സന്തോഷവും ഉള്ളവരായി തീർന്നു. ദിവ്യമായ രൂപസൗന്ദര്യം നേടി. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം സൂര്യനുണ്ടായതും ബ്രഹ്മചര്യം കൊണ്ട് തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യത്തോടുള്ള ബന്ധം കൊണ്ട് ചിന്താമണി, കൽപ്പവൃക്ഷം മുതലായവ ജനങ്ങൾക്ക് പല വിധത്തിലുള്ള വസ്തുക്കളെ കൊടുക്കുന്നു. അതുപോലെ ബ്രഹ്മചര്യം കൊണ്ട് ദേവന്മാർ ദേവത്വവും, ഋഷിമാർ ഋഷിത്വവും, ഗന്ധർവന്മാർ രൂപസൗന്ദര്യവും, ഇങ്ങനെ ഓരോ അവസ്ഥകളെ പ്രാപിച്ചു. ആചാര്യൻ്റെ സാന്നിധ്യത്തെ പ്രാപിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പരമമായിട്ടുള്ള ലക്ഷ്യം നേടണം. ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിലുള്ള അറിവുകളാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ ഇത്രയും ആഴത്തിലും ഉന്നതങ്ങളുമായിട്ടുള്ള അറിവുണ്ടെന്നുള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ ഈ ഭാഗത്തൂടെ കടന്നുപോയപ്പോഴാണ് ഞാൻ ആദ്യം തന്നെയാണ് ഈ ഭാഗങ്ങൾ ഇത്ര വിശദമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം സനത് സുജാത പർവം നമ്മൾ ഇനിയുള്ള വീഡിയോകളിലും തുടരും. എന്നെ ക്ഷമയോട് കൂടിയിട്ട് പിന്തുടർന്നു വന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.